അപ്പൊ സമത ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണ നമ്മൾ ഉണ്ടാക്കുന്ന ബിരിയാണി, കോഴിക്കോടൻ കുറ്റിച്ചിറ ബിരിയാണി. ഇത് നമ്മളിങ്ങനെ ഈ ചെറിയ റെസിപ്പിയിൽ 2 കിലോന് അത് ഉണ്ടാക്കാൻ പോകും. 2 കിലോന് ചെമ്പാണ്. ഈ 2 കിലോനിക്ക് ആവശ്യമായിട്ടുള്ള സംഭവങ്ങൾ ഇത് നമ്മളിങ്ങനെ ഉണ്ടാക്കാൻ കാരണം വെച്ചാല് കുറെ ആളുകൾ നമ്മൾ വീടിന്റെ അടിയിലും നമ്മൾ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കണം 2 കിലോന് അല്ലെങ്കിൽ 1.5 കിലോന് എങ്ങനെയെങ്കിലും വെക്കുന്ന റെസിപ്പി പറഞ്ഞിരുന്നു. അപ്പൊ അതിക്ക് ആവശ്യമായ സംഭവങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ കറക്റ്റ് നമ്മൾ പറഞ്ഞുതരും. ഓരോ അളവ് കറക്റ്റ് നമ്മൾ പറഞ്ഞു. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാല് നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക, കമന്റ് അടിച്ചു കൊടുക്കുക. 2 കിലോക്ക് 600 ഗ്രാം ഉള്ളി, 400 ഗ്രാം തക്കാളി, 400 ഗ്രാം തക്കാളി ഇട്ടാ. ചപ്പും പുതിനയും ചപ്പ് ഒരു 20 ഗ്രാം ചപ്പ്, ഒരു 20 ഗ്രാം പുതിന, ഒരു കൈപ്പിടി ഇങ്ങനെയുള്ളൊരു പിടുത്തല്ലേ. ആ പിടുത്തം. ചതച്ച മുളക് അത് ഒരു 200 ഗ്രാം ആവശ്യം എരിവിനനുസരിച്ചിട്ടാ. നമ്മള് ടീസ്പൂൺ കണക്കി ചേർക്കണേ 4 ടീസ്പൂൺ. ഈ മസാലന്റെ പ്രത്യേകത എന്ന് വെച്ചാല് ഇത് എല്ലാരും ഉണ്ടാക്കുന്ന മസാല അല്ല, ഇത് നമ്മളതായിട്ടുള്ള മസാല. ഓരോ പണ്ടാരിമാർക്ക് നമ്മൾ ചേർക്കുന്ന മസാല ഞാൻ പറഞ്ഞത് പട്ട, ഏലക്കായ്, പൂവ്, ജാതിക്ക, ജാതിപത്രി, സാജീരകം, വല്ല ജീരകം, ചെറിയ ജീരകം, തക്കോലം, ഈ സംഭവങ്ങളാണ് ജാതിപത്രി. ഈ സംഭവങ്ങളാണ് നമ്മൾ ചേർക്കുന്നത്. അത് നമ്മൾ വറുത്ത് നമ്മൾ ചില വീട്ടിലൊക്കെ വറുത്ത് എന്താ മിക്സ് അരച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇത് എത്രയാണ് അളവ്? 2 കിലോക്ക് 20 ഗ്രാം. 1 കിലോക്ക് 10 ഗ്രാം ഇട്ടാ 20 ഗ്രാം ബിരിയാണി മസാല ചേർത്ത് കൊടുത്ത്. ഇതിന് മെയിൻ ഹൈലൈറ്റ് ആണ് ബിരിയാണി മസാല. പിന്നെ മഞ്ഞപ്പൊടി ആവശ്യത്തിന് ഇട്ടാം, അത് കളറിനനുസരിച്ച്. ചെറുനാരങ്ങയുടെ നീര് ഇത്ര തോനെ വേണം 2 കിലോക്ക്. 2 കിലോ എന്ന് വെച്ചാൽ ഇതിന് മെയിൻ എന്ന് പറഞ്ഞാൽ വേവ് കിട്ടണം. സോഫ്റ്റ് ആണെങ്കിൽ നല്ല ചെറുനാരങ്ങ വേണം, നല്ല വെന്തിട്ടുള്ളൂ, അല്ലാതെ വെന്തിട്ടൂല. നമ്മള് പച്ചക്കല ദമ്മ കഴിക്കുന്നത്. 8-10 ചെറുനാരങ്ങ നീര്. 2 കിലോക്ക് 200 ഗ്രാം, 1 കിലോക്കാണ് 100. 2 കിലോക്ക് 200 ഗ്രാം തൈര്, കുറച്ച് കറിവേപ്പില തരാം, കല്ലുപ്പട്ടേക്ക് ഒരു 2 പിടി ഇടാം. ഇത് നമ്മൾ കുഴച്ചതിന് ഉപ്പില്ലെങ്കിൽ നോക്കാം. കല്ലുപ്പാണ് ഇതിന് യൂസ് ചെയ്യാം. കല്ലുപ്പാണ് നമ്മൾ പൊടിപ്പതിന് പറ്റില്ല, പറ്റായില്ല. ഏറ്റവും നല്ല കല്ലുപ്പാണ്. 2 ടീസ്പൂണ് വെളുത്തുള്ളി, 1.5 ടീസ്പൂണ് ഇഞ്ചി. വെളുത്തുള്ളിയും കാട്ടി കുറച്ച് നമ്മൾ ഇഞ്ചി ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. ഇത് നല്ല മിക്സ് ചെയ്ത സമയം. ഇതാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് ഇട്ടാ. നമ്മൾ പച്ച മസാലയാണ്, വേറെ ഒന്നുമില്ലല്ലോ, വാട്ടണോ കൂട്ടണോ ഒന്നുമില്ല. നല്ല രീതിയിൽ ഇങ്ങനെ കുഴച്ചെടുക്കണം അല്ലേ. ഉപ്പ്, എരിവ് ഇതൊക്കെ ഓരോരുത്തർ ഐഡിയക്ക് അനുസരിച്ച് വീണ്ടും വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം അല്ലേ. ഇതിൽ പല ആൾക്കാരും ചോദിച്ചത് അടി പിടിക്കൂലേ, അടി പിടിക്കാത്ത കാരണം എന്താണെന്നൊക്കെ ചോദിച്ചു. പച്ചക്ക് ദമ്മടിക്കാൻ കാരണം അതിപ്പോ കണ്ടോ, ഇതിപ്പോ നമ്മള് 10-15 മിനിറ്റ് ഇത് മസാല കൂട്ടി ഇത് നീരിറങ്ങി. ഇത് നമ്മളെ ഇഞ്ചി, വെളുത്തുള്ളി, അതേപോലെ തന്നെ നേരങ്ങ, തൈര്, ഉള്ളി, തക്കാളിന്റെ നീരാണ്. ഈ നീര് മതി നമുക്കിത് വെന്തിട്ടാണ്. അപ്പൊ ഇതിപ്പോ ഇതിൽ ഉപ്പും കൂടി ഒക്കെ റെഡിയാണ്. അപ്പൊ ഇങ്ങനെ വെള്ളത്തിന്റെ ആ ഒരു ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ അടി പിടിക്കൂല. പക്ഷെ നമ്മള് തീ ഇടുന്നിടത്ത് ഇതിന്റെ അത് നമുക്ക് കാണിച്ചുതരാം. 100 ഗ്രാം സൺഫ്ലവർ ഓയിൽ വെച്ചാ എന്താ വെച്ചാല് പച്ച മസാല അല്ലത്, അതിന്റെ പച്ച ചോയ പോവാനാട്ടാ. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കില്ലേ. ചിലവരിതിന് നെയ്യ് ഒഴിക്കും. നെയ്യ് ഒഴിക്കുമ്പോ എന്താ പ്രശ്നം എന്ന് വെച്ചാല് ചോറ് നമ്മൾ തണുത്താലും ഒട്ടും. സൺഫ്ലവർ ഓയിലുമ്പോ ഒട്ടുകൂല. നമ്മൾ ഉണ്ടാക്കണം അണ്ണാച്ചിക്കോയി പറയും, മുട്ടക്കോയി നമ്മുടെ നാട്ടില്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ദമ്മടിക്കാൻ ഏറ്റവും ബെസ്റ്റ് ഇതല്ലേ. ദമ്മടിച്ചാൽ ഇത് ഒടയില്ല, ഇതാണ് ടേസ്റ്റ്. മറ്റേ ബ്രോയിലർ ആകുമ്പോ ഉടഞ്ഞു പോകും. ഇതാണ് ഇപ്പൊ ഇതിന്റെ ലെവല്. 2 കിലോ അല്ലേ ചിക്കൻ എടുത്ത്? 2 കിലോ. ഇത് 2 കിലോ ചിക്കൻ 2 കിലോ റൈസ്. ഇതിപ്പോ കൂട്ടുമ്പോ കണ്ടോളി. ഇത് സെന്ററില് ഈ സൈഡൊക്കെ നമ്മൾ കുറച്ച് എന്താ ചെയ്യാ പരത്തി കൊടുത്തുകൊണ്ട് സെന്ററിൽ കൂട്ടണം. സെന്ററിലാണ് ആദ്യം തീ വരല്. അപ്പൊ നമ്മൾ അതിനാണ് എന്ത് ചെയ്യണേ, സെന്ററില് ഒന്ന് കുന്നു കുടിച്ചു ചെറിയ ഷേപ്പിൽ ഇതിങ്ങനെ വെച്ചിക്കാണ്ട് മസാല ഒക്കെ പിടിക്കാൻ വേണ്ടി 1 മണിക്കൂറാണ് വെക്കുക. സംശയം 2 കിലോ അരിയാണ്. ഈ ജഗ്ഗിനത് 2 കിലോ കറക്റ്റാണ്. 2 കിലോ കറക്റ്റാണ്. ഈ 2 കിലോന് അരി കഴിഞ്ഞപ്പോ വെള്ളം എടുക്കണം. നമ്മൾ എത്രയെന്ന് കാണിച്ചോ. ഈ 1 ജഗ്ഗും ഇതിന്റെ 1/2 ജഗ്ഗും 1.5 ജഗ്ഗ് വെള്ളം, ഏലക്കായ്, പട്ടാപ്പൂവ്, കരിവേപ്പിന്റെ ഇല, കുറച്ച് ക്യാരറ്റ്, 1/2 ടീസ്പൂൺ ഇഞ്ചി, 1/2 ടീസ്പൂൺ വെളുത്തുള്ളി, കുറച്ച് പച്ചമുളക്, 1 പച്ചമുളക്. ഇത് എന്തിനാ ചിലർ ഇതൊക്കെ എന്തിനാ ചെയ്യണമെന്ന് വെച്ചു. നമ്മള് ബിരിയാണിന്റെ ഒരു ഫ്ലേവർ അതാണ്. 2 കിലോ റൈസക്ക് 200 മില്ലി സൺഫ്ലവർ മതി അല്ലേ. ആവശ്യത്തിന് ഉപ്പ്, കല്ലുപ്പിട്ട 1 ടീസ്പൂൺ 1/2 ടീസ്പൂൺ എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അത് ആവശ്യത്തിന് നമ്മൾ ഉപ്പ് നോക്കി 2 ടീസ്പൂണ് ആർക്ക് വെച്ചിട്ടാണ്. റൈസ് തിളച്ച് വന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കട്ടാ.
ഇതിപ്പോ ഏകദേശം ഒരു 70-60% വെന്തിട്ടുണ്ട്. വെള്ളം ഇങ്ങനെ കിടന്നുകൊണ്ട് പറ്റുമല്ലോ. വെട്ടാവുന്നില്ലല്ലോ. ഊറ്റിയെടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഊറ്റിയെടുക്കരുത്. ഊറ്റി ചിലവരെടുക്കും, നമ്മൾ ഊറ്റിയെടുക്കില്ല. ഊറ്റിയെടുക്കുകയാണെങ്കിൽ അപ്പൊ വെള്ളത്തിന് അളവ് കൂട്ടേണ്ടി വരും. അളവ് അത് ഊറ്റിയെടുക്കാൻ തന്നെ ഇത്ര വെള്ളം വെക്കണം. ഇതിൽ കൊട്ടക്കയില് അത് പല ചിലപ്പോൾ വേവാം. ഇത് ഒരേ വേവിക്കാറല്ലോ. കറക്റ്റ് ആയിട്ട് ഒന്നര ലിറ്റർ നമ്മൾ കൊട്ടക്കയിലിട്ട് ഊറ്റുമ്പോ ഒരു തിളക്കല്ലേ. അപ്പൊ അടുത്ത് ഊറ്റുമ്പോ വേറെ ഇതാവൂലേ. ഇതാകുമ്പോ എപ്പോഴും ഒരേ നമ്മൾ ഓഫ് ആക്കിട്ടാ. ലഗോൺ ബിരിയാണി ഇവിടെ വേറെ വലുത് സെറ്റ് ആയിക്കൊണ്ടിരിക്കട്ടെ. ദമ്മ് പൊട്ടാനായിട്ടുണ്ട്. പിന്നെ നമ്മളിതാ ഇതിന് മേച്ചോറ് അടിക്ക് വരും. മേലത്തെ ചോറ് നമ്മൾ അടിക്ക് ഇട്ടാ കണ്ടാ. ഇതിന് മേലത്തെ ചോറ് നമ്മൾ അടിക്ക് വരുന്നത് അങ്ങനെ തന്നെ ഇടണം കേട്ടോ. ഒന്നാമത് കൊട്ടരുത്. ഇതാ കറക്റ്റ് നമ്മള് മേലത്തെ എല്ലാ ഭാഗത്തുനിന്നും എടുക്കല്ലേ. മേലത്തെ ചോറ് അടിക്ക് വന്നു കണ്ടാ. ഇനി അതിനനുസരിച്ച് നമ്മൾ എടുക്കുക. മേൽക്ക് അടിയത്തെ ചോറ് മേലെ എത്തും കണ്ടാ. ശരിക്കും പൊരിച്ച ഉള്ളി നമ്മൾ ചേർത്ത് കൊടുക്കണം. നമ്മൾ ചേർത്തിട്ടില്ല. സംഗതി മറന്നു പോയതൊക്കെ. അപ്പൊ ചേർക്കുന്നവർക്ക് ചേർത്ത് കൊടുക്കാം, ചേർക്കാത്തവർക്ക് ചേർക്കാത്ത. എല്ലാ റെസിപ്പി പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ വീട്ടുകാർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ ഈ ബിരിയാണി വെക്കേണ്ടത്. കുറെ ആളുകൾ നമ്മളോട് ചോദിക്കുന്നുണ്ട്. ഇനിയിപ്പോ വലിയൊരു സംശയം എടുക്കുന്നതാണ്. എന്താണ് ഒരു മിനിറ്റ്. ഇപ്പൊ സംശയം എന്ന് അടിയിൽ പച്ച ഇറച്ചിയാണ്. മേലെ ചോറ് ചോറ് വന്നിട്ടില്ല. ചോറ് 60-70% വന്നിട്ടുള്ളൂ. ഇനി നമ്മളിത് ദമ്മിടും. മൈദ ഒട്ടിക്കാന്ന് തോന്നുന്നു. ചുറ്റും മൈദ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിച്ച് നമ്മളിത് മൂടിയുണ്ട് ടൈറ്റായി. അതിന്റെ മേലെ ചെറിയൊരു വെയിറ്റ് കൊടുക്കണം കേട്ടോ. സർബിലെ ചിരട്ട എത്തിട്ടാ. ഈ ചിരട്ടമ്മ നമ്മൾ കളിക്കും. ഇത് അതിന്റെ അടിയിലാണ് കാണിച്ചത്. ചിരട്ട ഇതാ ആണ് പരത്തിയാണിട്ടാ. ഉണ്ടോ ഈ ചെമ്പ് കളിക്കുന്ന ചിക്കൻ ഇതുവരെ വെന്തിട്ടില്ലല്ലോ. ഇല്ലടാ വെന്തിട്ടില്ല. പച്ച ചിക്കനാണ്. അപ്പൊ ഇതാണ് അത് വേവിച്ചാൻ വേണ്ടിട്ട് നമ്മൾ ചെറ്റുണ്ട്. പല ആൾക്കാർക്കുള്ള സംശയം, പല ആൾക്കാർ ചോദിക്കുന്നതാണ് ഇതെങ്ങനെ വേവും. അതിപ്പോ വേവിച്ച് കാണിച്ചോടോ. നമ്മൾ ഈ ചെറ്റമ്മിലാണ് വേവില്ല. ഈ ചിരട്ടയുടെ അളവ് എങ്ങനെയാ? 2 കിലോ ചെറ്റ് എന്ന് പറഞ്ഞാൽ ഈ 2 ചെറ്റ്. ഒരു ചെറ്റതാ കണ്ടോ. ഈ ചിരട്ടതാ. ഈ ചെറ്റിന്റെ ഈ ചെറ്റ ഇങ്ങനെ ഇടാം. ഇങ്ങനെ ഇടാൻ നമുക്ക് ചെറ്റ ഇടാ. കണ്ടാ ഇങ്ങനെ ഇടാം. പക്ഷെ ഇങ്ങനെ ഇടാൻ പറ്റില്ല. മൂന്നാമത് ചെറ്റ ഇടാൻ പറ്റില്ല. 2 ചെറ്റ കയറി 2 ചെറ്റ കയറി കയറുന്ന പ്രശ്നമില്ല. മൂന്നാമത് ഇട്ടാ പിന്നെ ഈ ചെമ്പുതാ ഈ ഹൈറ്റ്. ഇതിപ്പോ എങ്ങനെയാലും ഒരു 1.25 അടി ഹൈറ്റ് വേണം. ഒരു 15 ഇഞ്ച് ഹൈറ്റ് വേണം. അത് പ്രത്യേകം ശ്രദ്ധിക്കട്ടാ. ഇതാണ് ഇതിപ്പോ ചെറ്റ. ഈ ചട്ടിയില് ഈ ചിക്കൻ പോകും. ഇപ്പൊ കണ്ടോ ചെറ്റ ഈ ചെമ്പതാ. ഈ ചെമ്പിന് ചുറ്റും നമ്മൾ ചെറ്റ എടുക്കണം കേട്ടാ. അടിയിൽ സൂം ചെയ്തു കണ്ടോ. അതിന്റെ അടിയിലുള്ള വട്ടത്തിൽ മാത്രമേ ചെറ്റ അടിയിൽ ഇങ്ങനെ ഇട്ടുള്ളൂ. ചെറ്റയുടെ അളവ് പറഞ്ഞു കഴിഞ്ഞാല് 2 ചെറ്റ വരെ ഇങ്ങനെ കെട്ടി എടുക്കുന്നുണ്ട്. മൂന്നാമത് ചെറ്റ കയറ്റി അങ്ങനെ കനം കൂടിയിട്ടില്ല കേട്ടോ. വട്ടത്തിൽ ഇട്ടിരുന്നത് ഇപ്പൊ ആ ചെമ്പിന്റെ കണ്ടാക്കി ചെറ്റണ്ട. ആ ചെമ്പിന് ചുറ്റുള്ള ഇതേപോലെ ആ ചെമ്പിൽ ചെറ്റിട്ടുണ്ട്. ആ ചെമ്പിൽ ഇപ്പൊ കത്തി തീരും. അത് കുറച്ച് കഴിഞ്ഞ് 2-3 മിനിറ്റ് കഴിഞ്ഞാൽ അത് എയർ പൊട്ടും. ഈ എയർ പൊട്ടി കത്തി തീർന്നാൽ അത് ഫുള്ളാണ് കത്തി തീർന്നാല് അത് കണക്കായി. പിന്നെ നിങ്ങൾ ഒന്നും കാട്ടണ്ട. പിന്നെ 2.5 മണിക്കൂർ ഇനി ഒരു 10 മണിക്ക് 9 മണിക്ക് ആ എയർ പൊട്ടി ദമ്മ് പൊട്ടി മേലെ. ഈ എയർ ഇങ്ങോട്ട് വന്ന് 9 മണിക്ക് പൊട്ടി ചേച്ചോളി. 10-11 11:30 പൊട്ടിച്ച് വളമ്പിക്കോളി. ഒരു പ്രശ്നം ഉണ്ടാവില്ല. 2.5 മണിക്കൂർ കഴിഞ്ഞു. 2.5 മണിക്കൂർ കഴിഞ്ഞ ശേഷം എയർ വന്നു പൊട്ടിയല്ല. പൊട്ടി ആ ചിരട്ടാണ് കെട്ടി കയ്യോളാണ് കിടന്നോട്ടെ. ഇനിയിപ്പോ ഇതാണ് മറിച്ചിടാം. ചിരട്ടാണ്ട് കത്തിയോളം ആ തീ നമ്മളെ കെടുത്തൂല. പിന്നെ എന്ത് ചെയ്യും? പിന്നെ 2.5 മണിക്കൂർ. പിന്നെ വേറെ തീ 10:30 കഴിയണം. 10:30 മണി. ഇതൊരു 12:30 ശേഷം നമുക്ക് പൊട്ടിക്കാം. മാക്സിമം 2.5 മണിക്കൂർ കിടന്നാല് ആ ഇറച്ചി നല്ല സോഫ്റ്റ് ഇങ്ങനെ ആക്കി. പക്ഷെ ആ സമയം വരെ നമ്മളിത് ദമ്മ് പൊട്ടിക്കാൻ പാടില്ല. ഒന്നും കാട്ടാൻ പാടില്ല. മാറിക്കണം എന്താ പറയുക ചൂടോണ്ട്. നല്ല ചൂടല്ലേ. ഇത് നോക്ക് 12:45. 12:45 പൊട്ടിക്കാം. അപ്പൊ നമ്മൾ അടുപ്പത്തുനിന്ന് സാധനം കണ്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ചെമ്പോർക്ക് കൊണ്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ചൂടുണ്ടല്ലേ? ഓക്കെ. എത്ര ഉള്ള നമ്മള് ബിരിയാണിയുടെ പരിപാടി? ഇത്ര ഉള്ളൂ.